നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ വാർത്താ പ്രാധാന്യമുള്ള അടുത്ത സംഭവ വികാസമായി സർക്കാർ ഗവർണർ പോര് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി നടത്തിയ പോരാട്ടത്തിന് ശേഷം പുതിയ ഗവർണർ വന്നതോടെ അതിന് മാറ്റമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും സംഗതി വേറൊരു തരത്തിൽ വീണ്ടും ഉടലെടുത്തു. മുൻ ഗവർണർ വാക്കുകൾ കൊണ്ടാണ് സർക്കാരുമായി കൊമ്പ് കോർത്തതെങ്കിൽ പുതിയ ഗവർണർ പ്രവൃത്തികളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന് ശേഷം വിവാദം കെട്ടടങ്ങി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ അടുത്ത നടപടി തുടങ്ങിയത്. രാജ്ഭവനിലെ സർക്കാർ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വീണ്ടും ഇടം പിടിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോയതോടെ പരസ്പരം വാക്പോര് തുടങ്ങി. തുടർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗവർണർക്കെതിരെ കടുത്ത നിലപാടുകൾ ശിവൻകുട്ടി വ്യക്തമാക്കി. അപ്പോൾ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ വാർത്താക്കുറിപ്പും ഇറക്കി. എന്നാൽ അധികാരം മറന്ന് ഭരണഘടനാ ലംഘനം ഗവർണർ നടത്തിയെന്ന് മന്ത്രി തിരിച്ചടിക്കുകയാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം ഈ വർഷം തന്നെ 10ാം ക്ലാസ്സിൽ ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നുൾപ്പെടുന്ന പാഠഭാഗം പഠിപ്പിക്കുവാൻ പോകുകയാണെന്നും മന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഭാരതാംബയെ മാറ്റുന്ന പ്രശ്നമില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ വൈകിയെത്തിയ മന്ത്രി കണ്ടത് വിളക്ക് തെളിയിച്ച് ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഭാരതാംബ ചിത്രം വെച്ചതിന് പരസ്യമായി എതിർത്തു. മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രം വെക്കുന്നതിന് പകരം രാജ്ഭവനെ RSS കേന്ദ്രമാക്കുന്ന തരത്തിലുള്ള നിലപാടിൽ മന്ത്രി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മുൻ ഗവർണറേക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്താണ് പുതിയ ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ഈ പദവിയിൽ തുടരുവാൻ അർഹനല്ല എന്നുമാണ് മന്ത്രി പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷം രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി വന്ന വേളയിൽ അദ്ദേഹം വളരെ പക്വമതിയായ വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിരുന്നു. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന വേളയിൽ പുതിയ വിവാദം ഉടലെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണം ഉണ്ടാകാത്തതും ശ്രദ്ധേയമായിട്ടുണ്ട്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ഗവർണറുമായി ഉടക്കി നിൽക്കേണ്ടി വരും എന്നാണ് വീണ്ടും തോന്നുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ BJPയിലേക്ക് വന്നു കയറിയ ആളാണെങ്കിൽ രാജേന്ദ്ര ആർലേക്കർ ഉറച്ച RSS അനുഭാവിയാണ് എന്നതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇതുവരെ പുതിയ ഗവർണറോട് വലിയ തന്ത്രപരമായി യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെയുള്ള സമീപനമായിരുന്നു സർക്കാരിൻ്റേത്. എന്നാൽ പുതിയ ഗവർണർ ഭാരതാംബ ചിത്രം ഉയർത്തി ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഇതിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നത് തെളിയുന്നില്ല. മുൻ ഗവർണറുടെ അതേ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഗവർണർ സർക്കാരുമായി ഉരസി തുടങ്ങിയത്. അവിടെ സർക്കാർ വലിയ ഉരസലിന് നിന്നതുമില്ല. പിന്നീട് രാജ്ഭവനിൽ RSS സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചതും ഭാരതാംബ ചിത്രം സ്ഥിരപ്രതിഷ്ഠ നടത്തിയതും വാർത്തയായി. അപ്പോഴും മൗനത്തിലായിരുന്ന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി കൃഷിമന്ത്രി ആദ്യ പ്രതികരണം നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചുവെങ്കിലും ഗവർണറെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലായിരുന്നില്ല. രാജ്ഭവനിൽ ഭാരതാംബ ചിത്രം വെക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയും എന്നാൽ സർക്കാർ പരിപാടികളിൽ അത് ഉണ്ടാകില്ല എന്ന രാജ്ഭവന്റെ നിലപാടിൽ സ്വീകാര്യതയും സർക്കാർ സ്വീകരിച്ചു. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ വിവാദത്തോടെ ഈ സംയമനാവസ്ഥ തകർന്നു എന്ന് തന്നെ കരുതാം. മന്ത്രിയുടെ ബഹിഷ്കരണത്തോടെ അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന തരത്തിൽ വാർത്താക്കുറിപ്പ് രാജ്ഭവനിൽ നിന്നും വന്നതോടെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇനി സർക്കാരിന് നല്ല സമീപനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതിന്റെ സൂചനയാണ് വന്നിരിക്കുന്നത്. ഗവർണറുടെ അനുമതി കാത്ത് പല ബില്ലുകൾ, അതിൽ സർവകലാശാല ഭേദഗതി ബില്ലുകൾ ഉൾപ്പെടെ തയ്യാറായിരിക്കുകയാണ്. വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇതുവരെ സർക്കാർ രാജ്ഭവനോട് ഏറ്റുമുട്ടാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഭാരതാംബയെ മാറ്റി നിർത്തിയുള്ള ഒരു പരിപാടിക്കും ഇനി രാജ്ഭവൻ തയ്യാറല്ല എന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചതോടെ ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ട പല സർക്കാർ പരിപാടികളുടെയും ഭാവി എങ്ങനെയായിരിക്കും എന്നതും ചോദ്യമായി അവശേഷിക്കുകയാണ്. രാജ്ഭവനിലെ പരിപാടികളെല്ലാം ഇപ്പോൾ ഗവർണറുടെ രീതികളിലേക്ക് മാറ്റപ്പെടുമ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും വലിയ പ്രകോപനമുണ്ടാകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. സർക്കാരിന്റെ ഈ മൃദു സമീപനത്തോട് വിമർശനവും പാർട്ടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മന്ത്രി പ്രസാദിനേക്കാൾ ഒരു പടി കടന്ന് കടുത്ത വിമർശനങ്ങളാണ് ശിവൻകുട്ടി നടത്തിയത്. ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ചിത്രത്തെപ്പറ്റി പരാമർശമുണ്ടോ എന്നും ഭരണഘടനയാണോ അതോ കാവിക്കൊടിയേന്തിയ ചിത്രമാണോ വലുതെന്നും സർക്കാർ പരിപാടികളിൽ പൂജ നടത്തിയ ഗവർണർ ഭരണഘടനയെ അപമാനിച്ചു എന്നുമുള്ള കടുത്ത ഭാഷയിലാണ് മന്ത്രിയുടെ വിമർശനം. രാജ്ഭവനെ RSS കാര്യാലയമാക്കുവാനുള്ള പിടിവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളും പുറത്തുവന്നു. രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രസ്താവിച്ചു. രാജ്ഭവനിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി ഇളം മനസ്സിലേക്ക് പകർന്നത് അസഹിഷ്ണുതയും വിദ്വേഷവും മാത്രമാണെന്ന്
BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയും വന്നു. രാജ്ഭവൻ RSS കേന്ദ്രമാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതിഷേധവും വന്നിട്ടുണ്ട്. ഭാരതമാതാവ് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുണ്ടെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നതാണെന്നും ഗവർണറും പ്രസ്താവിച്ചിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു പോർമുഖം സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും തുറന്നിരിക്കുകയാണ്. ഇതിൽ ആര് ജയിക്കും എന്നതിനേക്കാൾ ഉപരി ഇനിയുള്ള കാലാവധി പൂർത്തിയാകുന്നതുവരെ സർക്കാരിൻ്റെ പ്രതിച്ഛായ നിലനിർത്തി വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള നയങ്ങളായിരിക്കും ഭരണതലത്തിൽ നോക്കുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യത. പുതിയ സംഭവ വികാസങ്ങൾക്കൊപ്പം അപ്ഡേറ്റ് വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.